ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദർശനം കഴിഞ്ഞു, അയ്യപ്പ ഭഗവാൻ ദർശനം തന്നു. ഇപ്പോൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കണ്ണൻ്റെ ആ മെസ്സേജ് കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് മഹി. പിന്നീട് വയറിന് അസ്വസ്ഥതയുള്ളതുപോലെ അമ്മയുടെ മുന്നിൽ അഭിനയിക്കാം എന്ന് മഞ്ജു പറയുമ്പോൾ ഇപ്പോൾ വേണ്ട, പിന്നെ മതി, മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങാൻ കുറച്ച് സമയം വേണമെന്നല്ലേ അവർ കരുതിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം മഞ്ജുവും മഹിയും പോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങളെന്താ ഇവളെ അപായപ്പെടുത്തുമെന്ന് കരുതിയിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് തന്നെ തുറന്നടിച്ച് പറയുന്നുണ്ട് മഞ്ജു. ശേഷം ഒരമ്മയാകാൻ പോലും കഴിയാത്ത ഇവളെ എന്തിനാണ് ഞങ്ങൾ കൊല്ലുന്നത്? എനിക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഒരു പ്രയാസവും ഇല്ല, നിനക്കും ആ ഭാഗ്യം ഉണ്ടാകും, പക്ഷേ ഈ ജന്മം ഇതിനവൾക്ക് കഴിയില്ല എന്ന് കരുണ മഹിയെ കുത്തി നോവിച്ചുകൊണ്ട് പറയുമ്പോൾ കരുണയ്ക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. പിന്നീട് ഗുണ്ടകൾ ഇപ്പോൾ കണ്ണനെ തീർത്ത് കാണും. വാടകക്കൊലയാളികളുടെ വിവരമൊന്നും അറിയാതെ പരിഭ്രമിക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. ശേഷം കണ്ണനും മാർക്കോയും സാഗറും ലോപ്പസും ദർശനം കഴിഞ്ഞ് തിരിച്ച് മല ഇറങ്ങി വരികയാണ്. മേഘനും പ്രതാപനും തന്നെയായിരിക്കും കണ്ണൻ സാറിനെ ഈ കൊടും കാട്ടിൽ വെച്ച് കൊല്ലാനായിട്ട് ആളെ വിട്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. സ്വന്തം അനിയനായ ഉണ്ണിയും അവരോടൊപ്പം ചേർന്നതിൽ വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട് കണ്ണൻ. പിന്നീട് അമ്പലത്തിലെത്തി ദുർഗയും കരുണയും ഗണപതി ഭഗവാന് മുന്നിൽ തേങ്ങയുടയ്ക്കുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ സർവനാശം കാണാനും അതുപോലെ തന്നെ മഞ്ജുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പോകാനും വേണ്ടിയിട്ട് രണ്ടുപേരും ഭഗവാന് മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം മരുന്ന് ഉള്ളിൽ ചെന്നിട്ട് മഞ്ജുവിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, അമ്മ അവളെ ഒന്ന് വിളിച്ചു നോക്കുമെന്ന് കരുണ പറയുമ്പോൾ ദുർഗ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർഗയുടെ കോള് കാണുന്നതും മഹി പറയുന്നുണ്ട്, നിൻ്റെ അമ്മയാണ് വിളിക്കുന്നത്, എടുക്ക്, അഭിനയം തുടങ്ങാനുള്ള സമയമായി എന്നെല്ലാം മഞ്ജുവിനോട് പറയുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്നതും ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, മോൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, മോൾ എന്തെങ്കിലും കഴിച്ചോ, വീട്ടിൽ നിന്നിരുന്നെങ്കിൽ മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അമ്മ ഉണ്ടാക്കി തന്നേനെ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയില്ല അമ്മേ, കുറച്ച് സമയമായി വയറ്റിന് ഒരു അസ്വസ്ഥതയും വല്ലാത്തൊരു തളർച്ചയൊക്കെ തോന്നുന്നുണ്ട് എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് കേട്ടോ ദുർഗ. എന്താവശ്യമുണ്ടെങ്കിലും മോൾ അമ്മയെ വിളിക്കണം, അമ്മ ഓടി വരാമെന്നും ദുർഗ അഭിനയിച്ച് തകർത്തുകൊണ്ട് മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്. ശേഷം ഇത്തവണ ആ മരുന്ന് ഫലിച്ചു മോളെ, മഞ്ജുവിന് തളർച്ചയും വയറിന് അസ്വസ്ഥതയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ സാഗറിനോടൊപ്പം അവൻ്റെ കുഞ്ഞും പിറക്കുന്നതിന് മുമ്പ് ഇല്ലാതാകും എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട്. പിന്നീട് ഇനി കുറച്ച് കഴിഞ്ഞാൽ നിൻ്റെ അമ്മ നിന്നെ വീണ്ടും വിളിക്കും മഞ്ജു, ഇനി അവർ വിളിച്ചു കഴിഞ്ഞാൽ നീ ഹോസ്പിറ്റലാണെന്ന് ഞാൻ പറഞ്ഞോളാം, എന്നിട്ട് അബോർഷൻ ആയോ എന്നും പറയാമെന്നെല്ലാം മഹി പറയുമ്പോൾ അത് നല്ല ഐഡിയ ആണ് ഏട്ടത്തി, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി അവർക്ക് തിരിച്ച് നല്ല പണി തന്നെ കൊടുക്കണം, ഏട്ടത്തി ഇങ്ങനെ ബോൾഡായിട്ട് തന്നെ വേണം എന്നും നിൽക്കാമെന്നും മഞ്ജു പറയുന്നുണ്ട് മഹിയോട്. പിന്നീട് മേഘനാണെങ്കിൽ രണ്ട് അയ്യപ്പന്മാരെ കൊക്കയിൽ വീണു മരിച്ചു എന്നുള്ള ഒരു വാർത്ത കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മരിച്ചത് കണ്ണനും മാർക്കോയും തന്നെയായിരിക്കും എന്ന് ഉറപ്പിക്കുന്ന മേഘനാണെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം വാമനും സീമന്തിനിയും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് എന്ത് പറ്റി മേഘ, സമനില തെറ്റിയോ എന്നെല്ലാം വാമൻ ചോദിക്കുമ്പോൾ സമനില തെറ്റാൻ പോകുന്നത് എനിക്കല്ല അച്ഛാ, മഹാലക്ഷ്മിക്കാണ്. ഇപ്പോൾ ഒരു വാർത്ത ഉണ്ടായിരുന്നു, മലയ്ക്ക് പോയ രണ്ട് അയ്യപ്പന്മാരെ കൊക്കയിൽ വീണ് മരിച്ചു എന്ന്. കേട്ടെടുത്തോളം ഇത് കണ്ണനും മാർക്കോയും തന്നെയാണ്, ഇത്തവണ അവന്മാർ പണി പറ്റിച്ചു വച്ചാ, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനെന്ന് പറയുമ്പോൾ അന്ന് മഹാലക്ഷ്മിയുടെ ചിത കത്തിച്ചു എന്ന് പറഞ്ഞ് നീ ഇതുപോലെ സന്തോഷിച്ചതല്ലേ മേഘ, എന്നിട്ട് ചിത കത്തിയതോ ഏതോ ഒരു മൃതദേഹത്തിൻ്റെ, ഇതും അതുപോലെ ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ആവില്ല അച്ഛാ, ഇത്തവണ കണ്ണനും മാർക്കോയും തീർന്നു, ഇനി സാഗർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ തീർക്കാൻ, കണ്ണനും മാർക്കോയും ഇല്ലെങ്കിൽ പിന്നെ അവനെ തീർക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. പിന്നീട് മേഘൻ പ്രതാപനെ ചെന്ന് കാണുന്നു, എന്നിട്ട് പറയുന്നുണ്ട്, അവന്മാർ തീർന്നു അങ്കിളെ, രണ്ട് അയ്യപ്പന്മാർ കൊക്കയിൽ വീണു എന്നുള്ള ഒരു വാർത്ത ഞാൻ കണ്ടു, അന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ വെച്ചന്മാരെ എന്നെ വിളിച്ചിരുന്നു, ഇന്ന് ന്യൂസിൽ കണ്ട അതേ റൂട്ടിലൂടെയാണ് കണ്ണൻ്റെ വണ്ടി പോയിരിക്കുന്നത് എന്നാണ് അവന്മാർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് കണ്ണനും മാർക്കോയും തന്നെയാണ് എന്നെല്ലാം പറയുമ്പോൾ എൻ്റെ അമ്മയും കരുണമോളും ഒക്കെ ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മഹാലക്ഷ്മി കരഞ്ഞ് കരഞ്ഞ് തീരുന്നത് കാണാൻ എനിക്കിത് എത്രയും പെട്ടെന്ന് അവരെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് മലയ്ക്ക് പോയ കണ്ണനും മാർക്കോയും സാഗറും ലോപ്പസും നേരെ മഞ്ജുവിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. കാരണം മഹാലക്ഷ്മി ഇപ്പോൾ അവിടെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരവിടേക്കാണ് വരുന്നത്. അപ്പോൾ കണ്ണനെ കാണുന്നതും എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ മഹി. കാരണം കണ്ണൻ്റെ ഇപ്പോൾ
ഉണ്ടായിരുന്ന ആ മുടന്ത് പോലും മാറിയിരിക്കുന്നു. അപ്പോൾ അത് കണ്ട് ശരിക്കും സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് മഹാലക്ഷ്മിയുടെ. തുടർന്ന് നടന്ന കാര്യങ്ങൾ വഴിക്ക് വെച്ച് അവരെ കണ്ണനെ ഇല്ലാതാക്കാനായിട്ട് കൊലയാളികൾ ശ്രമിച്ച കാര്യങ്ങളൊക്കെ കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ താൻ കണ്ട സ്വപ്നം സത്യമായിരുന്നു എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യം ശത്രുക്കളെ അറിയണ്ട എന്നുള്ളൊരു തീരുമാനവും അവരെടുക്കുന്നുണ്ട്. പിന്നീട് മേഘൻ പ്രതാപനോട് പറയുന്നുണ്ട്, ഞാനെന്തായാലും കമലേശ്വരത്തേക്ക് പോവുകയാണെങ്കിലേ അപ്പച്ചിയെ നേരിട്ട് കണ്ട് ഈ സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ നേരെ കമലേശ്വരത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തുന്നതും ദുർഗയോട് പറയുന്നുണ്ട്, അവനും ആ മാർക്കോയും തീർന്നു അപ്പച്ചി എന്ന് പറയുമ്പോൾ സത്യമാണോ മേഘ നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ദുർഗ. അപ്പോൾ മേഘൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. കൊക്കയിൽ വീണ് 2 അയ്യപ്പന്മാർ മരിച്ചു എന്നുള്ള ഒരു വാർത്ത കണ്ട കാര്യങ്ങളെല്ലാം അവരെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തവണ കണ്ണൻ തീർന്നു എന്നുള്ള കാര്യം, കണ്ണനോടൊപ്പം മാർക്കോയും തീർന്നു എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ദുർഗയും പറയുന്നുണ്ട്, മഞ്ജുവിനും ചായയിൽ കലക്കി കൊടുത്ത് ആ മരുന്ന് ഫലം കണ്ടു മേഘ, അവൾക്ക് വയറ്റിന് അസ്വസ്ഥത തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അബോർഷൻ ഇന്ന് തന്നെ നടക്കും എന്ന് പറയുമ്പോൾ ഞാൻ എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഞാൻ പറഞ്ഞില്ലേ വിഘ്നേശ്വര മുൻപിൽ തേങ്ങ ഉടച്ചപ്പോൾ അത് നന്നായിട്ടാണ് ഉടഞ്ഞത് എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും ഇന്നൊരു നല്ല ദിവസമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. അവരെങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കണ്ണൻ്റെ കാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിങ്ങനെ ഉറ്റു നോക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ കാറാണല്ലോ, ഇനി ഡ്രൈവർ വിവരം പറയാൻ വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർ സന്തോഷിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ കാറിൽ നിന്നും കണ്ണനും മഹാലക്ഷ്മിയും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവർക്ക്. സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ എല്ലാവരും ഇങ്ങനെ അത് കണ്ണ് തള്ളി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ദുർഗയും കരുണയും മേഘനും ഒക്കെ. അപ്പോൾ ഇത് കാണുന്ന ദുർഗ ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് മേഘ 2 അയ്യപ്പന്മാർ കൊക്കയിൽ വീണു മരിച്ചെന്ന്, എന്നിട്ട് വരുന്നത് കണ്ടില്ലേ, അവന്താ വരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇതിപ്പോൾ എത്രാമത്തെ തവണയായി ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരുണ നിന്ന് കലിതുള്ളാണ്. നീ പറഞ്ഞു വിട്ടവന്മാർ തന്നെയായിരിക്കും ആ കൊക്കയിൽ വീണ് ചത്തത് എന്ന് പറഞ്ഞ് മേഘന് നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. അപ്പോൾ അവരിങ്ങനെ ഉറ്റുനോക്കുന്നത് കാണുമ്പോൾ കണ്ണനും മഹിയാണെങ്കിൽ ഒരു ചെറുപുഞ്ചിരിയോടെ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, വഴിയിൽ ചില വിഘ്നങ്ങൾ ഉണ്ടായെങ്കിലും അയ്യപ്പസ്വാമി എനിക്ക് ദർശനം തന്നു എന്ന് കണ്ണൻ പറയുമ്പോൾ അവർ ശരിക്കും സ്തബ്ധരായിട്ട് നിന്ന് പോവാണ് കേട്ടോ. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, പിന്നെ നീയും പ്രതാപനും ചേർന്ന് എന്നെ കൊലപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു വിട്ടവന്മാരെ മാർക്കോ തള്ളി കൊക്കയിലാക്കിയിട്ടുണ്ട് വീഴ്ത്തിയിട്ടുണ്ട് എന്നും കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്കാണെങ്കിൽ ശരിക്കും സ്തബ്ധരായിട്ട് നിന്ന് പോവുകയാണ് കണ്ണന പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തവണയും അവർക്ക് ഗംഭീര തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നീട് അങ്ങനെ രാത്രി കണ്ണനും മഹാലക്ഷ്മിയും പുതിയൊരു ജീവിതത്തിന് തുടക്കമിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്